വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും ആനിമി ബ്ലൈൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 1 ആണ്. യെസ്, നിങ്ങൾ എല്ലാവരും ബൊറൂട്ടോ മാങ്ക ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഫൈനലി നമ്മൾ ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ബട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിന് തരുന്ന സപ്പോർട്ട് പോലെ ആയിരിക്കും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്യുക. സോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യൂ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ബൊറൂട്ടോ നെക്സ്റ്റ് ജനറേഷൻ മാങ്കയുടെ എൻഡില് എയ്ഡ ആണെങ്കിൽ അവളുടെ ഒംനിപൊട്ടൻസിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെ മെമ്മറീസിനെ റീറൈറ്റ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ ഈ ലോകം വിശ്വസിക്കുന്നത് കവാക്കിയാണ് നറൂട്ടോയുടെ ബയോളജിക്കൽ സൺ എന്നും ബൊറൂട്ടോ വന്ന് നറൂട്ടോ ആൻഡ് ഹിനാറ്റയെ ചതിച്ച ഔട്ട്സൈഡർ ആണെന്നും. സോ ഇതുകൊണ്ട് തന്നെ ബൊറൂട്ടോയെ എല്ലാവരും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആയിട്ട് കാണാൻ തുടങ്ങി. ബട്ട് ഐഡയുടെ ഒംനിപൊട്ടൻസ് അഫക്ട് ചെയ്യാത്ത രണ്ടുപേരുണ്ട്. ആൻഡ് അവർ രണ്ടുപേരും വന്ന് സാറഡ ആൻഡ് സുമീരയാണ്. സോ ഇതുകൊണ്ട് തന്നെ സാറഡ സാസ്കിയോട് ബൊറൂട്ടോയെ സഹായിക്കാൻ പറയുകയും മെമ്മറി ഓൾട്ടറിപ്പെട്ട സാസ്കി ഇനിഷ്യലി ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ലേറ്റർ സാറഡയുടെ മാങ്കിക്കോ ഷാരിങ്ങൻ ആൻഡ് ഇവളുടെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രഗിളും കൊണ്ട് സാസ്കിയെ കൺവിൻസ് ചെയ്തിരിക്കും. ആൻഡ് ഇത് കാരണം സാസ്കി ബൊറൂട്ടോയുമായി വില്ലേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയും ലേറ്റർ അവനെ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. ആൻഡ് അങ്ങനെ വന്നിപ്പോൾ ഈ ഒരു ഇവന്റിന് ശേഷം 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ആകുന്നത് ഹൊക്കാഗെയുടെ ഓഫീസിനെ കാണിച്ചുകൊണ്ടാണ്. ഇവിടെ സാറഡ ഹൊക്കാഗെയോട് ഡെസ്പറേറ്റ്ലി ബൊറൂട്ടോയെ പറ്റിയിട്ടുള്ള സത്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ബട്ട് ആരും തന്നെ ഇതൊക്കെ വിശ്വസിച്ചിരുന്നില്ല. ഇൻഫാക്ട് സാറഡ ഇതിനു മുൻപും പല പ്രാവശ്യം സത്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കറണ്ട് ഹൊക്കാഗെ ആയിരിക്കുന്ന ഷിക്കമാരു സാറഡയോട് പറയും, നീ എത്ര തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, ഒരിക്കൽ ഞങ്ങൾ ക്ലോസ് ആയിരുന്നു, എന്നാൽ ഇവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നും ചെയ്തു എന്ന് പറഞ്ഞ് ബൊറൂട്ടോ 7th ഹൊക്കാഗെയെ കൊല്ലുകയും ഇപ്പോൾ അവൻ കവാക്കിയും കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ട്രൈറ്ററാണ്. മാത്രമല്ല അവൻ പണിഷ്മെന്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയും ഇപ്പോൾ ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുമാണെന്ന് പറയും. അപ്പോൾ അത് കേട്ടതും സാറഡ ഇമ്മീഡിയറ്റ്ലി തന്നെ ബൊറൂട്ടോയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ 7th ഹൊക്കാഗെ ഒരിക്കലും കൊല്ലില്ല എന്ന് പറയും. അന്നേരം അതിന് ഹൊക്കാഗെ സിംപ്ലി അവളോട് ഒരു ചോദ്യം ചോദിക്കും, അതായത് നീ പറയുന്നത് പോലെ ബൊറൂട്ടോ ഒരു നിരപരാധിയാണെങ്കിൽ എന്തിനാണ് അവൻ ഓടിപ്പോയെന്ന്. അപ്പോൾ അതിന് സാറഡ പറയും, എന്റെ വില്ലേജോ അവനെ കുറ്റവാളിയായി കണ്ടുകൊണ്ട് ഒരു അവസരം പോലും നൽകാതെ മരണശിക്ഷ നൽകാൻ തീരുമാനിക്കുമ്പോൾ ആരാണ് രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ ശ്രമിക്കാത്തതെന്ന് പറയും. എന്നിട്ട് സാറഡ വീണ്ടും ബൊറൂട്ടോയ്ക്ക് വീണ്ടും ഒരു അവസരം നൽകാൻ വേണ്ടി അപേക്ഷിക്കും. പക്ഷെ എന്നിരുന്നാലും ഹൊക്കാഗെ താൻ തന്നെ ബൊറൂട്ടോയെ വെറുതെ വിടാൻ തീരുമാനിക്കുവാണെങ്കിലും ഇവിടെ ഹിഡൻ ലീഫിലുള്ള എല്ലാവരും ബൊറൂട്ടോ ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം അവനോട് ക്ഷമിക്കില്ല എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം സാറഡയോട് ബൊറൂട്ടോയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതോടെ നിർത്തുമെന്ന് പറഞ്ഞു അവളോട് മിഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയും. അപ്പോൾ ഇത് കേട്ടതും സാറഡ കംപ്ലീറ്റ്ലി അവളുടെ ക്ഷമ നഷ്ടപ്പെടുത്തുകയും അവിടെയുള്ള എല്ലാവരെയും സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടികളാണെന്ന് പറയും. അന്നേരം ഇത് കേട്ടതും കൊനഹമാരു സാറഡയോട്, ഹേയ് സാറഡ, നീ 8th ഹൊക്കാഗെയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. അന്നേരം കൊനഹമാരുവിനെ തടുത്തുകൊണ്ട് ഇപ്പോഴത്തെ 8th ഹൊക്കാഗെ ആയിരിക്കുന്ന ഷിക്കമാരു സാറഡയോട് പറയും, നീ ഇതുപോലെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിനക്കൊരിക്കലും ഹൊക്കാഗെ ആകുവാൻ സാധിക്കില്ല എന്ന്. ആൻഡ് അപ്പോൾ അതിന് സാറഡ ഇമോഷണൽ ആയിട്ട് പറയും, എന്റെ അച്ഛനെയും ബൊറൂട്ടോയെ പോലെ തന്നെ ഒരു ട്രൈറ്റർ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്, എന്നാൽ ലോർഡ് 7th വന്ന് എന്റെ അച്ഛനിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് തിരികെ വില്ലേജിലേക്കും കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തെ പോലെ ആകാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ പോലെ അല്ലെന്ന് പറഞ്ഞ് സാറഡ ഹൊക്കാഗെയുടെ ഓഫീസിൽ നിന്നും വെളിയിലേക്ക് പോകും. എന്നിട്ടിപ്പോൾ ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നറൂട്ടോ ആൻഡ് ഹിനാറ്റയെ കാണിക്കുവാണ്. ആക്ച്വലി ഇവിടെ വന്ന് ഇരുവരും ഇപ്പോഴും കവാക്കിയുടെ ടൈംലെസ് ഡയമെൻഷനുള്ളിൽ സീൽ ചെയ്യപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ വന്ന് ടൈം വർക്ക് ആവാത്തത് കൊണ്ട് തന്നെ ഇരുവരും സ്റ്റിൽ 3 വർഷങ്ങൾക്ക് മുൻപുള്ളത് പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആൻഡ് നമ്മുടെ കവാക്കി വന്ന് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരികയും ഇരുവരും എങ്ങനെയാണുള്ളതെന്ന് നോക്കി പോവുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്ത് സാറഡ ആൻഡ് സുമീരയെ കാണിക്കുവാണ്. ഇവിടെ ഇരുവരും ഒരുമിച്ച് നടന്നു പോവുകയും ഇവിടെ സുമീര സാറഡയോട് പറയും, നീ വീണ്ടും അവരോട് പോയി സംസാരിച്ചു അല്ലേ, ഇങ്ങനെ നീ സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല, വെറുതെ നീ ലോർഡ് ഷിക്കമാരുവിനെ ബ്ലെയിം ചെയ്യില്ലെന്ന് പറയും. എന്നിട്ട് സുമീരെ ഒംനിപൊട്ടൻസ് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മാറിപ്പോയിരിക്കുന്നു ആൻഡ് ഇതാരും തിരിച്ചറിയുക പോലും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് ജനങ്ങളുടെ കണ്ണുകളിൽ ലോർഡ് 7th മകൻ കവാക്കി യൂസുമാക്കിയാണ്, അവർക്ക് വന്ന് ഇതാണ് സത്യം. അന്നേരം സാറഡ പറയും, അതുപോലെ ബൊറൂട്ടോയെ എല്ലാവരും വഞ്ചകനായ ഔട്ട്സൈഡർ ആയിട്ടാണ് കാണുന്നത്, ഇവർ വിശ്വസിക്കുന്നത് വന്ന് കവാക്കി ഈ വില്ലേജിൽ ജനിച്ച് വളർന്നവനാണെന്നും പിന്നീട് ഒരിക്കൽ അവന്റെ ബോഡിയെ വന്ന് കാര റീമോഡൽഡ് ചെയ്തതെന്നാണ്. എന്നാൽ പയ്യെ പയ്യെ ഒംനിപൊട്ടൻസ് എല്ലാവരുടെ മെമ്മറീസിനെയും ഇറേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതിനെ പറ്റിയൊക്കെ തന്നെ ഇപ്പോൾ ആർക്കും തന്നെ ഒരു ഡൗട്ടും ഇല്ലെന്ന്. എന്നിട്ട് സാറഡ ഒംനിപൊട്ടൻസ് ഒരു റെഡിക്കുലസ് ആയിട്ടുള്ള പവർ ആണെന്നും നമ്മൾക്ക് ഇതിനെ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നും പറയും. അന്നേരം ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എയ്ഡയെയും ഡെയ്മൂണെ കാണിക്കുവാണ്. ഡെയ്മൂൺ ആണെങ്കിൽ ചോദിക്കും, ഇവർ ഇപ്പോഴും ഇത് ഗിവപ്പ് ചെയ്തില്ലേ, ഇത് ചെയ്യുക എന്നത് നിയർലി ഇമ്പോസിബിൾ ആണെന്ന്. ഇവിടെ എയ്ഡ പറയും, ജസ്റ്റിന്റെ പവറായ ചാമിനെ പോലെ തന്നെ ഒംനിപൊട്ടൻസും ഒരു ഫോം ഓഫ് ഷിൻജുട്സു ആണ്, ഈ എബിലിറ്റിക്ക് വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ റിയാലിറ്റി ആക്കി മാറ്റാൻ സാധിക്കും. ആൻഡ് ഇപ്പോൾ വന്ന് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കവാക്കിയുടെ ആഗ്രഹം കൊണ്ടാണെന്ന്. അതായത് ഇവിടെ കവാക്കി അൺകോൺഷ്യസ്ലി ബൊറൂട്ടോയുമായിട്ട് തന്റെ ജീവിതത്തെ സ്വിച്ച് ചെയ്യാൻ വിഷ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഈ ലോകം തന്നെ എൻഡിയർലി ഇപ്പോൾ ഈ ഒരു വിഷിന്റെ ബലത്താൽ മാറിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടതും സാറഡ ഒംനിപൊട്ടൻസിനെ റിവേഴ്സ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കും. ആൻഡ് അതിനിട ഇല്ലാന്ന് പറഞ്ഞ് തനിക്ക് ഇപ്പോഴും ഈ ഒരു എബിലിറ്റിയെ പറ്റി മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ലാന്ന് സമ്മതിക്കും. എന്നിട്ട് അവൾ പറയും, നിങ്ങളിപ്പോൾ എല്ലാവരോടും സത്യങ്ങൾ പറഞ്ഞാൽ പോലും ആരും തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാ ജനങ്ങളുടെ ഉള്ളിലും ഈ തെറ്റായിട്ടുള്ള റിയാലിറ്റി സത്യമാണെന്നാണ് ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഒരു തെറ്റായിട്ടുള്ള റിയാലിറ്റി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പറയുന്നതാണ് ഇപ്പോൾ തെറ്റായിട്ടുള്ള റിയാലിറ്റി എന്ന്. അന്നേരം അപ്പോൾ ഇതെല്ലാം കേട്ട സുമീരെ ഇത് ഭയങ്കര കഷ്ടമാണെന്ന് പറയും. അന്നേരം ഇവിടെ എയ്ഡ ചോദിക്കും, പക്ഷെ എന്നിരുന്നാലും എനിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് അഫക്ട് ആവാത്തത്, നിങ്ങൾ രണ്ടുപേരും ഓട്സുസൂക്കി അല്ലല്ലോ, ഒംനിപൊട്ടൻസ് വന്ന് ഓട്സുസൂക്കിയുടെ മേലെ മാത്രമാണ് വർക്ക് ആകാത്തത്, അതുപോലെ ഇത് വന്ന് എന്റെ ബ്ലഡ് ലൈനെ ഷെയർ ചെയ്ത ഇവിടെ ഇരിക്കുന്ന ഡെയ്മോന്റെ മേലെയും വർക്ക് ആകില്ല, പക്ഷേ നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഡിഫറന്റ് ആണ്, എങ്ങനെയാണ് നിങ്ങളുടെ മെമ്മറീസ് ഓൾട്ടർ ആകാത്തതെന്ന് ചോദിക്കും. എന്നിട്ട് അവരോട് നിങ്ങൾ രണ്ടുപേരും ശരിക്കും എന്റെ ചാമാൽ അഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇത് കേട്ടതും
സുമിയുടെ ഉടനെ തന്നെ ഷിക്കമാരു പറഞ്ഞതിനെ പറ്റി ഓർക്കുകയും ഞങ്ങൾ രണ്ടുപേരും നിന്റെ ചാമൽ അഫക്ട് ചെയ്യപ്പെട്ടവരാണെന്ന് പറയും. പക്ഷേ സുമിയുടെ ഇങ്ങനെ പറഞ്ഞതെല്ലാം കേട്ടിട്ട് പോലും ഡെയ്മോൻ ഇപ്പോഴും ഫുള്ളി കൺവിൻസ്ഡ് അല്ല. സോ ഇതിലേറ്റർ വലിയൊരു പ്രോബ്ലം ആകാൻ ചാൻസ് ഉണ്ട്. ദെൻ അങ്ങനെ വീണ്ടും ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്ത് കവാക്കിയെ കാണിക്കുവാണ്. കവാക്കി ആണെങ്കിൽ ഇവിടെ തനിയൊരു റൂഫ് ടോപ്പിന്റെ മേലെ നിൽക്കുവാണ്. ആൻഡ് അങ്ങനെ അവിടെ കവാക്കി നിൽക്കെ മിറ്റ്സുക്കി അങ്ങോട്ട് വരികയും എന്നിട്ട് അവൻ കവാക്കിയോട് പറയും, എനിക്ക് ബൊറൂട്ടോയുടെ ലൊക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. ആൻഡ് ഇതിനൊന്ന് കവാക്കി ശാന്തനായി പറയും, അതത്ര വലിയ കാര്യമൊന്നുമല്ല, എപ്പോഴാണോ ബൊറൂട്ടോ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഞാൻ അവനെ കൊല്ലുമെന്ന്. ആൻഡ് അന്നേരമൊക്കെ ആ സമയം ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിൽ വോൾസിന് വെളിയിൽ ക്ലോ മാർക്സ് കണ്ടതായി കവാക്കിയോട് റിപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇത് കേട്ടതും കവാക്കി അതെന്തുവാണെന്ന് നോക്കുവാൻ വേണ്ടി മിറ്റ്സുക്കിയെ ഇവിടെ നിർത്തിക്കൊണ്ട് ഏരിയ സിയുടെ ഈസ്റ്റ് ഭാഗത്തിലേക്ക് പോകും. സോ ഇങ്ങനെ സംഭവിക്കുകയും വേറൊരു സ്ഥലത്ത് വന്ന് ഇപ്പോൾ ടീം 10 ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോച്ചോ ആണെങ്കിൽ ഹിമാവരിയോട് ചോദിക്കും, നീ എന്തിനാണ് സ്ട്രോങ്ങർ ആകാൻ വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തതെന്ന്. ആൻഡ് അതിന് ഹിമാവരി വന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആൻസർ നൽകും. ഇവിടെ ഇവൾ പറയും തനിക്ക് ബൊറൂട്ടോയെ സഹായിക്കണമെന്ന്. അപ്പോൾ ഇത് കേട്ടുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ ഷോക്ക് ആകുവാണ്. കാരണം ഇപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും മെമ്മറീസ് പ്രകാരം ബൊറൂട്ടോയാണ് നറൂട്ടോയെ കൊന്നത്. എന്നാൽ ഇവിടെ ഹിമാവാരിക്ക് വന്ന് എന്തോന്ന് തെറ്റായിട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഈവൻ ദോ ഹിമാവാരിയുടെ മെമ്മറീസും ഓൾട്ടർ ചെയ്യപ്പെട്ടെങ്കിലും ബൊറൂട്ടോയെ അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അവൾ ഇപ്പോഴും ബൊറൂട്ടോ തന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തതായിട്ടാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഇവൾക്ക് ബൊറൂട്ടോ തന്റെ അച്ഛനെ കൊന്നതായിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ഇവളുടെ ഉള്ളിന്റെ ഉള്ളിൽ നറൂട്ടോയും ഹിനാറ്റയും ജീവനോടുള്ളതായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇവൾക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഇവൾക്ക് അനുഭവപ്പെടുന്ന ഈ ഫീലിംഗ്സിനെ അവൾ മുഴുവനായും വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ടപ്പോൾ വീണ്ടും ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്ത് കവാക്കിയുടെ പക്കലേക്ക് പോകുകയാണ്. ഇവിടെ വില്ലേജ് ഗേറ്റിന് സമീപം കുറേയധികം ഷിനോബീസ് കോഡിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലർ ചിന്തിക്കും എന്തുകൊണ്ടാണ് കോഡ് അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് കുറേയധികം വർഷങ്ങളോളം കാത്തിരുന്നതെന്ന്. ആൻഡ് അതിന് വേറൊരു ഷിനോബി പറയും കോഡാണെങ്കിൽ ബൊറൂട്ടോ തിരികെ വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന്. സോ ഇങ്ങനെ ഇവിടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കെ അന്നേരം കവാക്കി ഇവിടെ ഒരു ഷിനോബിയുടെ പിന്നിൽ എന്തോന്ന് സ്ട്രേഞ്ച് ആയിട്ട് നോട്ടീസ് ചെയ്യും. ആൻഡ് ഇങ്ങനെ അത് കവാക്കി നോട്ടീസ് ചെയ്തതും ആ ഒരു ഷിനോബിയുടെ തുണിയെ കീറുകയും കോഡിന്റെ വൺ ഓഫ് ദി ടൈനി ക്ലോ മാർക്സ് ഇവന്റെ മേലെ സീക്രറ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്യും. സോ ഇങ്ങനെ ഇത് കണ്ടെത്തിയതും കവാക്കി ഉടനെ തന്നെ തന്റെ സുഖനാഹിക്കോനെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലോ മാർക്കിനെ ശൃംഖരിപ്പിക്കും. എന്നിട്ട് കവാക്കി ആ ഒരു ഷിനോബിയോട് ചോദിക്കും, നിനക്ക് എപ്പോഴാണ് ഈ മാർക്ക് ലഭിച്ചതെന്ന് അറിയാമോ? ആൻഡ് അതിനാ ഷിനോബി വന്ന് എനിക്ക് എപ്പോഴാണ് ലഭിച്ചതെന്ന് അറിയില്ല എന്ന് പറയും. ആൻഡ് ഇങ്ങനെ ഇത് കേട്ടതും കവാക്കി ഇതുപോലെ ധാരാളം ക്ലോ മാർക്സ് ആരും തന്നെ അറിയാതെ എല്ലാവരുടെയും മേലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഹൊക്കാഗെയോട് ഇതിനു വേണ്ടിയുള്ള സെർച്ചിങ് തുടങ്ങാൻ വേണ്ടി പറയും. പക്ഷേ ഇവിടെ ഇവർ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി തന്നെ കൂടുതലായി ലേറ്റ് ആയിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് ക്ലോഗ്രിംസ് സിവിലിയൻസിന്റെ ഇടയിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ ക്ലോഗ്രിംസ് വരുന്നത് കണ്ട് വില്ലേജിലെ ജനങ്ങൾ പരിഭ്രാന്തരാവുകയും മോൺസ്റ്റേഴ്സ് വന്നിരിക്കുന്നുവെന്ന് അലറി വിളിച്ചുകൊണ്ട് എല്ലാ ദിശയിലും ഓടാൻ ശ്രമിക്കും. സോ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് കോഡിന്റെ ഇൻവേഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ആയിരിക്കുകയാണെന്ന്. ഇവിടെ ഷിനോബീസ് എല്ലാവരും ക്ലോഗ്രിംസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയും സാറയുടെയും കവാക്കിയും ഒക്കെ ആണെങ്കിൽ ഇമീഡിയറ്റ്ലി തന്നെ ക്ലോഗ്രിംസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സിവിലിയൻസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യും. ദെൻ ഇങ്ങനെ ഇവിടെ സാറഡ ക്ലോഗ്രിംസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങോട്ടേക്ക് കോഡ് പ്രത്യക്ഷപ്പെടുകയും കോഡിനെ കണ്ട സാറഡ അന്നേരമാണ് ഓർക്കുന്നത് ഇവിടെയുള്ള എല്ലാ ക്ലോഗ്രിംസിനും വേറൊന്നിലൂടെ ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇവിടെ കോഡ് വന്ന് സാറഡയെ നോക്കി ഗ്രീറ്റ് ചെയ്യും. എന്നിട്ട് നീ സാറഡ ഉച്ചയല്ലേ, ഞാൻ ബൊറൂട്ടോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ആൻഡ് അതിന് സാറഡ ചോദിക്കും, നീ എന്തിനാണ് ലീഫ് വില്ലേജിലോട്ട് വന്നത്? അവൻ ഇവിടെ ഇല്ല, 3 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഈ വില്ലേജിൽ നിന്നും ഓടിപ്പോയതാണെന്ന് പറയും. ആൻഡ് അപ്പോൾ അതിന് കോഡ് എനിക്കതറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാൻ അവനെ തേടി നടക്കുകയായിരുന്നു. എന്നാൽ ഇനി മുതൽ ഞാൻ അവനെ അന്വേഷിച്ച് നടക്കില്ല, പകരം അവൻ എന്റെ പക്കലേക്ക് വരും. കാരണം അവന്റെ പഴയ സുഹൃത്തുക്കളെല്ലാം ഇവിടെയല്ലേ ഉള്ളതെന്ന്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കോഡ് അവന്റെ ക്ലോഗ്രിംസിനെ സാറഡെ അറ്റാക്ക് ചെയ്യാൻ ഓർഡർ കൊടുക്കി നിന്നെ കൊണ്ട് പറ്റുന്നത്ര ശബ്ദത്തിൽ കാർ വിളിക്കൂ, എന്നാൽ മാത്രമേ ഇത് അവന്റെ കാതുകളിൽ എത്തുകയുള്ളൂ എന്ന് പറയും. പക്ഷേ ഇവിടെ വന്ന് ഈ ക്ലോഗ്രിംസ് ആണെങ്കിൽ സാറഡെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആരോ അങ്ങോട്ടേക്ക് ഉടനെ തന്നെ പ്രത്യക്ഷപ്പെടും. ആൻഡ് അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊറൂട്ടോയാണ്. ബൊറൂട്ടോയുടെ കറക്റ്റ് ടൈമിൽ വരികയും ഡിവാസ്റ്റിംഗ് ആയിട്ടുള്ള കിക്ക് നേരെ കോഡിന്റെ മുഖത്തിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ട് അവനെ പറത്തി ദൂരേക്ക് കളയും. എന്നിട്ട് ബൊറൂട്ടോ ശാന്തനായി കോഡിനെ നോക്കിക്കൊണ്ട് പറയും, നിനക്ക് പെണ്ണുങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്ന ഐഡിയ അല്ലാതെ വേറെ ഒന്നുമില്ലേ എന്ന്. ആൻഡ് ഇവിടെ ഇതേ സമയം തന്നെ ബാക്കിയുള്ളവരെല്ലാരും ബൊറൂട്ടോയോട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും 8th ഹോക്കാഗെയായിരിക്കുന്ന ഷിക്കമാരു നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നത് വന്ന് കോഡിന്റെ ക്ലോഗ്രിംസിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവനെ തടയുകയാണെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ബൊറൂട്ടോയുടെ മേലെ ഒരു കണ്ണുവെക്കണം, അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തണമെന്നും കൂടി കൂട്ടിച്ചേർക്കും. ദെൻ ഇവിടെ ഇപ്പോൾ വന്ന് ബൊറൂട്ടോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കവാക്കി അവന്റെ പക്കലേക്ക് വരികയും നീ അവസാനം വന്നുവല്ലോ ബൊറൂട്ടോ എന്ന് പറഞ്ഞ് അവനുമായി കണ്ണുകൾ കോർത്തു നോക്കി നിൽക്കും. സോ അങ്ങനെ ഇവിടെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി 2 റൈവൽസും ഹിഡൻ ലീഫ് വില്ലേജിനുള്ളിൽ നേർക്കുനേർ വന്നു നിൽക്കുന്ന പോലെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ എൻഡ് ആവുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ വന്ന് ഇപ്പോൾ ഷിനോബി വേൾഡിന് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പെർഫെക്റ്റ്ലി കാണിച്ചിരിക്കും. അതോടൊപ്പം കോഡ് ഹിഡൻ ലീഫിന്റെ മേലെ തന്റെ ഇൻവാഷനെ ലോഞ്ച് ചെയ്യുകയും അത് കാരണം നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ബൊറൂട്ടോസുമാക്കിയും വെറും ബൊറൂട്ടോയും 3 വർഷങ്ങൾക്ക് ശേഷം ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ബൊറൂട്ടോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കവാക്കി ഇവനെ കൊല്ലുവാൻ വേണ്ടി തയ്യാറായി വരികയും ചെയ്യും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എൻഡ് ആവുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു എൻഡിങ് കാരണം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും അടുത്ത ചാപ്റ്റർ എന്നത് വന്ന് ആബ്സല്യൂട്ട്ലി ഇൻസെയിൻ ആയിരിക്കുമെന്ന്. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് വരൂ. അതുപോലെ തുടർന്നും ഇതിന്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ലഭിക്കുവാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർ.